ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പുതുവർഷത്തിൻ്റെ ഈ ജൂബിലി വർഷം 2025 എന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സഭയുടെ ആ ജൂബിലി എന്ന് പറയുമ്പോൾ അതുമാത്രമല്ല, ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ ജൂബിലി വർഷം കൂടെയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം പൂർത്തിയാകുന്നു. അപ്പോൾ ഇതിന് ദൈവത്തിന് ഈ പുതുവത്സരത്തിൽ നന്ദി പറയുകയാണ്. രാത്രിയിൽ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പോകുന്നതിന് മുമ്പായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. പ്രാർത്ഥിച്ചൊരുങ്ങി കിട്ടിയ വചനങ്ങൾ 10 വചനങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ പുതുവത്സര ചിന്തയായിട്ട് ഒരു കോട്സ് വായിച്ചത് ഓർക്കുകയാണ്. വെൻ യു അപ്ഡേറ്റ് യുവർ സെൽഫ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, ദ ഹോളി സ്പിരിറ്റ് വിൽ അപ്ഗ്രേഡ് യു വിത്ത് ദ പവർ ഓഫ് ഗോഡ്. എന്താണ് മനസ്സിലായത്? നമ്മൾ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ തന്നെ പുതുക്കി പണിയപ്പെടുകയാണെങ്കിൽ, അവരോധിക്കുകയാണെങ്കിൽ, ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഉയർത്തും. അപ്ഗ്രേഡ് യു വിത്ത് ദ പവർ ഓഫ് ഗോഡ്. വളരെ നല്ല ഒരു കോട്ട്സായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സംവത്സരങ്ങൾ എത്ര വർഷം നമ്മൾ ജീവിച്ചിരുന്നില്ലെങ്കിലും ഈ കഴിഞ്ഞ 2024 എത്രയോ പ്രതിസന്ധികളിലൂടെ ലോകം കടന്നുപോയി, നമ്മൾ കടന്നുപോയി. എന്നിട്ടും ദൈവം നമ്മളെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിൽ താങ്ക്സ് ഗിവിംഗ് ആയിട്ടൊരു മാലയൊക്കെ ഇന്ന് വാങ്ങിച്ച് ഇടണമെന്ന് തോന്നി. മുല്ലപ്പൂ മാല അണിഞ്ഞ് നിൽക്കുന്ന സുന്ദരിയായ മനോഹരിയായ പരിശുദ്ധ അമ്മ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ എന്നെയും ലോകം മുഴുവനെയും സമർപ്പിച്ച് ഈ പുതുവർഷ ചിന്തയോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വിവാഹത്തിൻ്റെ 25 വർഷം ജൂബിലിയിലൂടെ കടന്നു പോവുകയാണ്. 2025 ഇതാ വത്തിക്കാൻ സ്ക്വയറിലെ ജൂബിലിയുടെ കവാടം ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നുകൊണ്ട് ഇതാ ജൂബിലി ആഘോഷങ്ങൾക്ക് ഓരോ രൂപതയിലും ഓരോ രാജ്യത്തും ഓരോ നാട്ടിലും തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു അതിശയിപ്പിക്കുന്ന സംഗതി, അവിടുത്തെ വത്തിക്കാനിലെ ജയിലിലെ കാരാഗൃഹത്തിലെ ആ കവാടം പോലും തുറന്നുകൊണ്ട് ഇതാ ക്രിസ്തുവിൻ്റെ കരുണയുടെ ആ പ്രത്യാശയുടെ വാതിൽ സകലർക്കുമായി തുറക്കപ്പെടുന്നതിൻ്റെ അടയാളമായിട്ട് ഇപ്രകാരമെല്ലാം നൽകുകയുണ്ടായി. അപ്പോൾ സങ്കീർത്തനം 65:11 ഒന്നാമത്തെ വചനം അതാണ്. 10 വചനങ്ങളാണ് പുതുവത്സര ചിന്തയായി പരിശുദ്ധാത്മാവിലൂടെ കിട്ടിയ വചനങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അവിടെ പറയുന്നത് എന്താണ്? സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു, അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊടിക്കുന്നു. അതുകൊണ്ട് 2024 ആയാലും 25 അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അയ്യോ കഷ്ടം, നഷ്ടം, കടം, ദാരിദ്ര്യം എന്ന് പറഞ്ഞ് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് ഇരിക്കല്ലേ. അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തും. കർത്താവ് കിരീടമണിയിക്കും, കർത്താവ് യശസ് ഉയർത്തും. നമ്മുടെ കയ്യിലല്ല ഇത്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കണം. പോസിറ്റീവായിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുക. എവിടെ നിന്ന് കിട്ടും, ആര് തരും, എങ്ങനെ തരും? ഇതുവരെ ഒന്നും നടന്നില്ല, 2024 വരെയും നടന്നില്ല. ശരിയാണ്, ശരിയായിരിക്കാം. പക്ഷെ പ്രത്യാശ നഷ്ടപ്പെടുത്താതെ 2025 പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ മനസ്സിൽ വെക്കുകയും അതനുസരിച്ച് ക്രിയാത്മകമായിട്ടൊന്ന് പെരുമാറാനായിട്ടും തുടങ്ങി. രണ്ടാമത്തെ വചനം, ഈ വചനങ്ങൾ 10 വചനങ്ങളും കുറിച്ച് വെച്ച് ഈ വർഷം പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻസിലൂടെ നേരിട്ടോ അല്ലാതെയോ വാട്സാപ്പിലൂടെയോ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അത്ഭുതകരമായിട്ട് കർത്താവിൻ്റെ മഹത്വം പ്രഖ്യാപിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ വഴികൾ തുറന്നു കിട്ടും. ഒരു വഴി അടയുമ്പോൾ 7 വാതിൽ തുറയുന്നല്ലേ പറയാറ്. അതുകൊണ്ട് അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ജീവിതം സമയം കളയണ്ടെന്നേ. ജീവിതത്തിൽ കഷ്ടവും നഷ്ടവും മരണവും ദുഃഖവും വേദനയും വേർപാടും ഇല്ലാത്ത ആരും ഈ ലോകത്തില്ല. ആരാ എല്ലാം ഉള്ളത്? പണ്ഡിതൻ മുതൽ പാമരം വരെ, പാമരം മുതൽ പണ്ഡിതൻ വരെ, ദരിദ്രം മുതൽ സമ്പന്നം വരെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ
പരീക്ഷണങ്ങളുണ്ട്. ഈ വർഷം, ഈ 2024 എൻ്റെ ജീവിതത്തിൽ ഞാൻ വന്നിട്ടുള്ളതിൽ വെച്ച് വലിയൊരു ദുഃഖത്തിലൂടെ, വലിയൊരു സഹനത്തിലൂടെ, ഒരു വേർപാടിലൂടെ കടന്നുപോയി. പക്ഷേ അതിനെയും അതിജീവിക്കാനുള്ള ശക്തി ദൈവം തന്നു. അല്ലാതെ എനിക്കിത് പറ്റത്തില്ല, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടിങ്ങനെ ചെയ്തു, ഇതൊന്നും ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങളാണ്. അപ്പോൾ സങ്കീർത്തനം 65:11 സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. സമൃദ്ധി, അതുകൊണ്ട് ഈ വർഷം മുഴുവൻ സമൃദ്ധി, 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 അഭിവൃദ്ധി. ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങളിലേക്ക് അത് വന്ന് ചേർന്നിരിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമാവും. ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രം പറയുക, നെഗറ്റീവായിട്ടൊന്നും പറയരുത്. അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യതയും ഇല്ലായിരിക്കാം, പക്ഷേ ഈ സങ്കീർത്തനം 65:11 വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമത്തേതായിട്ട് പരിശുദ്ധാത്മാവ് തരുന്നത് ജെറമിയ 29:11 എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എന്താ പദ്ധതി എന്ന് വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ ആ പദ്ധതിയെക്കുറിച്ച് തുടർന്ന് വചനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് ദോഷത്തിനല്ല എന്ന് ഉറപ്പിക്കുക. ഇത്രയും വരെയും വന്നിട്ട്, ഇത്രയും പ്രായമായി, ഇത്രയും മരുന്ന് കഴിച്ചിട്ട്, വൈദ്യന്മാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി എന്ത്, അതങ്ങ് അതിൻ്റെ വിലക്ക് വിട്ടേക്ക്. അവരുടെ പരാധീനതകളാണ്, അവരുടെ പരിമിതികളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ബാങ്കുകാർ പറഞ്ഞത് അവരുടെ കാര്യങ്ങളാണ്. പക്ഷെ അവിടെ നിന്ന് വെച്ചടി ഉയർത്താൻ ദൈവത്തിന് സാധിക്കുക. എത്രയോ ജീവിതങ്ങൾ ഞങ്ങൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. അപ്പോൾ ഒരു പാട്ടിൻ്റെ വരികളുണ്ട്, എൻ്റെ അപ്പം പണ്ട് പാടാറില്ല. ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ഒരു സിനിമാ പാട്ടാണ് പണ്ടത്തെ. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. പ്രാർത്ഥനയിലോട്ടും ധ്യാനത്തിലോട്ടൊന്നും കടന്നു വരാത്തൊരു കാലഘട്ടത്തിലാണ്. അപ്പം ചില ദിവസങ്ങളിൽ വലിയ കഷ്ടവും വലിയ നഷ്ടവും ബിസിനസ്സിലുണ്ടാവും. ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ലാഭവും നേട്ടവും ഒക്കെ വരുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം നല്ല മൂടൊക്കെ ഉള്ളപ്പോൾ അപ്പം പാടി കേട്ടിട്ടുള്ള ഒരു വരികളാണ്. അപ്പോൾ നമ്മുടെ ഈ അവസരമായിട്ട് ചേർന്ന് വരുന്നതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമാ പാട്ടിൻ്റെ ഈ വരികൾ. അത് വളരെ അർത്ഥവത്താണ്. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ഇവിടെ നിന്ന് ആരംഭിക്കാത്ത സ്വർഗമില്ല, നരകമില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കറിയാം, നാളത്തെ കാര്യം ഉണ്ടാകാം, പക്ഷെ നമ്മളുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. അവസരങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അത് നമുക്കുള്ളതായിരിക്കണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നട്ടടം സ്വർഗമാക്കണം, അന്നത്തെ ദിവസം സന്തോഷമാക്കണം. അല്ലാതെ ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, വീട്ടുകാരോട്, പിന്നെ സാഹചര്യങ്ങളോട് പരിഭവം വിചാരിച്ച്, മുഖവും കയറ്റി, വാശിയും പിടിച്ച്, ടെൻഷനും അടിച്ച്, വെറുപ്പും വിചാരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ട്. അതിലും ഭേദം ജീവിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ആ ദിവസം സന്തോഷത്തോടെ ജീവിക്കും. മദ്യവും ലഹരി വസ്തുക്കളും മറ്റ് മയക്കുമരുന്നും ഇതെല്ലാം നമ്മുടെ ജീവിതം തകർത്ത് കളഞ്ഞ അവസാനം മാനസിക രോഗികളാക്കി മാറ്റും, ആത്മഹത്യയിലേക്ക് തള്ളിവിടും. മരിക്കണമെന്ന് വിചാരിച്ചാൽ പോലും മരിക്കത്തില്ല. അതുകൊണ്ട് നേച്ചറായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ് വന്നതുപോലെ വരട്ടെ എന്ന് വിചാരിച്ചാൽ എന്തും നേരിടാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. അപ്പോൾ ഒന്നാമത്തെ വചനം സങ്കീർത്തനം 65:11, രണ്ടാമത്തെ വചനം ജെറമിയ 29:11, മൂന്നാമത്തെ വചനം യെശയ്യാ 43:18. പഴയ കാര്യങ്ങൾ, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട, പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. അത് മുളയെടുത്ത് കഴിഞ്ഞു എന്നാണ് വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് പഴയതും മുണ്ണാച്ചനും ഒക്കെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് വീടൊക്കെ പെയിൻറ്റ് ചെയ്യാറാകുമ്പോഴേക്കും എന്ത് ചെയ്യും, പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് പഴയ അഴുക്കും ചേണിയും പൂപ്പലൊക്കെ പിടിച്ചിട്ട് പാണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചിരണ്ടിയും കളയും. പുട്ടി തേക്കണമെങ്കിൽ അതിൻ്റെ പുറത്ത് പുട്ടിയും തേക്കും. അല്ലെങ്കിൽ ഒരു കോട്ട് ആദ്യം പ്രൈമർ എന്തെങ്കിലും അടിച്ചു പോയതിന് ശേഷമാണ്, അല്ലെങ്കിൽ അടിച്ച് മുഴുവൻ ഫിനിഷിങ് ചെയ്താലും ആ പാണ്ട്, പഴയ അഴുക്കിൻ്റെ പാണ്ട് അവിടെ കിടക്കും. പക്ഷേ നല്ല രീതിയിൽ ഇത് പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ പണ്ടത്തെ പാണ്ടും പാടും അവിടെ ഉണ്ടായതുപോലും ആർക്കും ഓർമ്മ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആ പഴയ ചിന്തകൾ, പഴയ ഓർമ്മകൾ അവർ നമ്മളോട് ചെയ്തത്, നമ്മൾ അവരോട് ചെയ്യാതിരുന്നത്, കുറ്റബോധത്തിൻ്റെ ജീവിതത്തിൽ ചില ദുർബല നിമിഷത്തിൽ വന്നുപോയ തെറ്റുകൾ, ഏത് നശിച്ച നേരത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നവരെയൊക്കെ കണ്ടുമുട്ടാറുണ്ട്. ഇനി എനിക്ക് രക്ഷയില്ല എന്ന് സാത്താൻ കൊണ്ടുവന്നിടുന്ന
നെഗറ്റീവ് ചിന്തകളുണ്ട്. അതൊന്നുമില്ല. എത്ര വലിയ പാപിക്കും കയറിപ്പോരാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന പാസ്പോർട്ടും വിസയാണ് അനുതാപത്തിൻ്റെ വാതിൽ. യേശുവിലേക്ക് തിരിഞ്ഞാൽ ആ വാതിൽ തുറക്കപ്പെടും. നമ്മുടെ യോഗ്യതയാലല്ല, കർത്താവ് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ബലിയുടെ ഉത്ഥാനത്തിൻ്റെ യോഗ്യതയാൽ. അപ്പോൾ അതുകൊണ്ടാണ് സങ്കീർത്തനം 118:24 പറയുന്നുണ്ട്, ഇതിനോട് തന്നെ ചേർന്ന് വരുന്ന യെശയ്യാ 43:18. അപ്പോൾ മൂന്നാമത്തെ വചനമായിട്ട് തന്നെ അതിരിക്കട്ടെ. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. നമ്മുടെ ജീവിതം അടിമുടി മാറി മറിയും. ഈ വചനം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ. അടുത്ത വചനമാണ് ഫിലിപ്പിയർ 1:6. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. സൽപ്രവൃത്തി ആരംഭിച്ചവൻ എപ്പോഴാണ്? ഇതാ സൽപ്രവൃത്തി ആരംഭിച്ചവൻ. അപ്പോൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എങ്കിൽ, നല്ലത് കാണാൻ, നല്ലത് പറയാൻ, നല്ലത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് ഇന്ന് ആരംഭിക്കുക. നാളത്തെ കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് പിന്നീടത്തേക്ക് പോസ്റ്റ് പോൺ ചെയ്യുന്ന സ്വഭാവമുള്ളവർ ഒക്കെ ഉണ്ടായിരിക്കാം. പലരും അങ്ങനെ പറയാറുണ്ട്, നാളെ ആകട്ടെ, പിന്നെ ആകട്ടെ. എന്ത് കാര്യം അതൊരു തടസ്സമാണ്. ജോലിയുടെ കാര്യമായാലും പഠിക്കാനുള്ള കാര്യമായാലും പരീക്ഷയുടെ കാര്യമായാലും വിചാരിക്കുമ്പോൾ തന്നെ നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ആകട്ടെ, ആരെങ്കിലും പുറകെ നടക്കാൻ എപ്പോഴും വേണം. ഇനി നടന്നാൽ അതും കുറ്റം. ഭാര്യ ആകട്ടെ, അമ്മ ആകട്ടെ, അല്ലെങ്കിൽ ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, അല്ലെങ്കിൽ മാതാപിതാക്കളാകട്ടെ, എപ്പോഴും പുറകെ നടന്നാലേ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. പോസ്റ്റ് പോൺ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റുക. അപ്പോൾ അതിനെ സഹായിക്കുന്ന വചനമാണ് ഫിലിപ്പിയർ 1:6. നാലാമത്തെ വചനം അതാണ്. അഞ്ചാമത്തെ വചനം ഹെബ്രായർ 13:8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. 2024-ലും 2025-ലും വലിയ ഭാഗ്യമല്ല ഈ ജൂബിലി വർഷത്തിൽ ജീവിച്ചിരിക്കാനും ഈ ന്യൂ ഇയറിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനും നമുക്ക് സാധിക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ക്ലോക്കിൽ സമയം 11:20. ഓടി പള്ളിയിലോട്ട് പോകും. ആരാധനയോടെ വിശുദ്ധ കുർബാന, പുതുവർഷ കുർബാനയിൽ പങ്കെടുക്കണം. അപ്പോൾ ഫിലിപ്പിയർ 1:6 നാലാമത്തെ വചനമാണ്. നിങ്ങളെ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാകുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ വചനം ഹെബ്രായർ 13:8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ആറാമത്തെ വചനമാണ്. അപ്പോൾ ദൈവം ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ദൈവത്തിന് മാറ്റമില്ല. സാഹചര്യങ്ങൾ മാറിയേക്കാം, വ്യക്തികളുടെ സ്വഭാവങ്ങൾ മാറിയേക്കാം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ മരിച്ചു എന്ന് വിചാരിച്ചവർ മരിച്ചു പോയേക്കാം, മരിക്കുമെന്ന് വിചാരിച്ച പലരും ജീവനോടെ ഇരുന്നേക്കാം, ശത്രു മിത്രമാകാം, മിത്ര ശത്രുവാകാം, കയറ്റിറക്കങ്ങൾ ഉണ്ടായേക്കാം, ബിസിനസ്സുകൾ തകർന്നേക്കാം, പുതിയ വഴികൾ തുറന്നു കിട്ടിയേക്കാം, രോഗിയായേക്കാം, അപകടം ഉണ്ടായേക്കാം. പക്ഷേ അതിലെല്ലാം ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയായ ദൈവമുണ്ട്, കൂടെ ഉണ്ടെന്നേ ഒന്ന് വിശ്വസിക്കുക. എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇന്ന് തൊട്ട് അത് വിശ്വസിക്കുക. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു പാട്ടിൻ്റെ വരികൾ ഞാൻ പാടിയിട്ടുള്ളതാണ് നേരത്തെ. കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എൻ മനം തകർന്നിടുമ്പോൾ സാന്ത്വന വചനമേകി നൽസകിയ ചാരയുള്ള കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ആറാമത്തെ വചനമാണ് സങ്കീർത്തനം 90:12. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും മാത്രമേ ഈ ഓരോ വചനവും എഴുതിയെടുക്കാനായിട്ട് അതിൻ്റെ ആ ഒരു ഫുൾ കവേർഡ് പാക്കേജ് 10 വചനങ്ങൾ അടങ്ങുന്നതാണ്. സങ്കീർത്തനം 90:12 പറയുന്നത് എന്താണ്? ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ. അങ്ങനെ ഉണ്ടോ? അത് തന്നെയാണ്. ഇതാ ജീവിച്ചിരിക്കും എന്ന് വിചാരിച്ചവർ മരിക്കുകയും മരിച്ചു പോകുമെന്ന് കൈയൊഴിഞ്ഞവർ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ആയുസ് സങ്കീർത്തനം 90:10 പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആയുസ് 70 ഏറിയാൽ 80 എന്നാണ് പറയുന്നത്. അപ്പോൾ സങ്കീർത്തനം 90:12 പറയുന്നുണ്ട്, ഞങ്ങളുടെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാന സമ്പൂർണമാക്കണമേ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്താൽ നയിക്കപ്പെടുക, വചനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വചനം നമ്മളിൽ മാംസം ധരിക്കണം. അവർ കേൾക്കട്ടെ, ഇവർ നന്നാകട്ടെ എന്നല്ല, ദൈവത്തിൻ്റെ വചനം കുടുംബത്തിലും നമ്മളിലും എല്ലാം നിറയണം. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയും കൂടെയാണ്. ഈ കൂട്ടത്തിൽ ആറാമത്തെ ഈ വചനം സങ്കീർത്തനം 90:12, ഞങ്ങളുടെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാന സമ്പൂർണമാകട്ടെ എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ആ വചനം ഒന്ന് ആവർത്തിച്ചൊരു പ്രാർത്ഥനയായിട്ട്
ചൊല്ലി പ്രാർത്ഥിച്ച്, അതുകൊണ്ട് ഈ ജീവിതം മരിച്ചാൽ മതി, ചത്താൽ മതി, ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല, എന്ത് ചെയ്താലും ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആ വിപരീത ചിന്തകളൊക്കെ മാറിപ്പോകും. ഓരോ ദിവസം എണ്ണി എണ്ണി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഓർത്താൽ നന്മകളല്ലാതെ വേറെ ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കും. 7-ാമത്തെ വചനമാണ് ഫിലിപ്പിയർ 3:13. ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പഴയതും നോക്കിയിരുന്ന ആർക്കെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റുമോ? ഇവിടെ കൊറോണ വന്നുപോയി, എന്തോരം ലക്ഷക്കണക്കിന് ജീവനാണ് ഈ ഭൂമുഖത്ത് തന്നെ നീക്കപ്പെട്ടത്. പ്രളയം വന്നുപോയി, അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഓരോ അനർത്ഥങ്ങളും ഉരുളുപൊട്ടലും ഒക്കെ ആയിട്ട് നിന്നടം അല്ലെങ്കിൽ നിരപ്പാകുന്ന കാണാത്ത അവസ്ഥകൾ, അതെല്ലാം പറഞ്ഞ് വെല്ലുവിളികളോ അല്ലെങ്കിൽ നിഷേധാത്മക ചിന്തകളോ സൂക്ഷിച്ചിട്ട് കാര്യമില്ല. ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് കടന്നു വരിക. ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. അതുകൊണ്ട് ദൈവമാണ് നമ്മുടെ മുന്നിലും പിന്നിലും എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടാകണം. പുറകോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ, കരഞ്ഞുകൊണ്ട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ മഹാരോഗിയായി ഡിപ്രഷനൊക്കെ അടിപ്പെട്ട് ആകെ നരകതുല്യമായ അവസ്ഥയില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതവും നരകതുല്യവും സ്വർഗതുല്യവുമാക്കി മാറ്റുന്നത്. എന്നിട്ട് ചീത്തപ്പേര് മുഴുവൻ ദൈവത്തിന് തന്നെ. ദൈവം നല്ല വിശുദ്ധിയുടെ വാതിൽ, നല്ല ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ലത് സ്വന്തമാക്കുക. 8-ാമത്തെ വചനമാണ് ഫിലിപ്പിയർ 3:14. യേശുക്രിസ്തുവിലൂടെ ഉന്നതങ്ങളിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. എൻ്റെ തോന്നുമ്പടി പ്രയാണം ചെയ്യുന്നു എന്നല്ല. എൻ്റെ ലക്ഷ്യം വിജയകരമായി തീരണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ എതിർപ്പുകൾ ഉണ്ടായേക്കാം, അവഗണന ഉണ്ടായേക്കാം, പുച്ഛങ്ങൾ ഉണ്ടായേക്കാം, നിഷേധാത്മക ചിന്തകൾ നേരിടേണ്ടി വന്നേക്കാം, ഒറ്റക്കെട്ടായിട്ട് നിന്ന് നേരിടുന്ന ആക്രമണങ്ങൾ കൂട്ടായിട്ടും അല്ലാതെ അനുഭവപ്പെടേണ്ടി വന്നേക്കാം. പക്ഷേ യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള എന്ന് പറഞ്ഞാൽ ദൈവപിതാവിൻ്റെ പക്കലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. നല്ല സൂപ്പർ വചനമല്ലേ? അപ്പോൾ ഈ 8-ാമത്തെ വചനം ഫിലിപ്പിയർ 3:14, ഈ വചനം കൂടെ എഴുതി വെക്കുക. 9-ാമത്തെ വചനമാണ് സുഭാഷിതം 16:3. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. എന്ത് നല്ല വചനമാണ്! മനസ്സിരുത്തി ഇത് പറഞ്ഞ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക. അപ്പം നേരത്തെ കേട്ട വചനം ഫിലിപ്പിയർ 3:14 പറയാണ്, യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഓരോ ശുശ്രൂഷകനും, ഓരോ വൈദികനും, ഓരോ അൽമായനും, ഓരോ കുടുംബജീവിതക്കാരനും, ഓരോ തൊഴിലാളിയും, ഓരോ മുതലാളിയും അവർക്കുണ്ടാകേണ്ട ലക്ഷ്യബോധം ഇതാണ്. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഒരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. അപ്പോൾ ഇതിലും പറയുകയാണ് സുഭാഷിതം 16:3 9-ാമത്തെ വചനം, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. അപ്പോൾ നമ്മുടെ പദ്ധതികളെ ഫലമണിയിക്കുന്നത് ഏത് പദ്ധതിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും ദൈവേഷ്ടപ്രകാരമുള്ള പദ്ധതികൾ ആയിട്ട് മുന്നോട്ട് പോകാനും അത് ഫലമണിയാനും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇവർക്ക് വേണ്ട, എന്നെ ഒന്നിനും കൊള്ളൂല, ആർക്കും ഇഷ്ടമില്ല, എവിടെ പോയാലും എന്നെ പറ്റിക്കലും മാത്രം, എവിടെ പോയാലും നഷ്ടവും കഷ്ടവും വരുത്തുന്ന അവസ്ഥ, പരാതി ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക. അതിനെന്ത് വേണം? പ്രാർത്ഥന വേണം, കൂദാശ ജീവിതം വേണം, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ ഈ പുതുവർഷ ഉറച്ച തീരുമാനം എടുക്കുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ TV ഉണ്ട്, ഓൺലൈൻ കണ്ടോളാം, മൊബൈലിൽ കണ്ടോളാം, പോരാ കേട്ടാ. ദൈവത്തെ കളിയാക്കരുത്. മാർപ്പാപ്പ അത് പറഞ്ഞു കഴിഞ്ഞ് ലോകത്തോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കോവിഡും കൊറോണ ദുരിതകാലങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അന്ന് കയറിയിരിക്കുമ്പോൾ അതെല്ലാം ആവശ്യമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏട്ടിലെ പശു പുല്ല് തിന്നൂലെന്ന് പറഞ്ഞ പോലെ വീട്ടിൽ കയറിയിരുന്ന് ഓൺലൈനും വെച്ചുകൊണ്ടിരിക്കേണ്ട കാലം അതിക്രമിച്ച് വിശ്വ കുർബാന ഞായറാഴ്ച പോലും ഓൺലൈനും വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. അത് കിടപ്പ് രോഗികൾക്കും തീരെ അവശത അനുഭവിക്കുന്നവർക്കും ഒട്ടും നിവൃത്തിയില്ലാത്തവർ അത് കൂടട്ടെ. എന്നിരുന്നാലും വിശ്വ കുർബാന സജീവമായിട്ട് ഡയറക്റ്റായിട്ട് പങ്കെടുത്ത് വിശ്വ കുർബാന സ്വീകരിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. വീണ്ടും 10-ാമത്തെ വചനം സംഖ്യ 6:24 മുതൽ 26 വരെ. നല്ല ബ്ലെസ്സിങ്സാണ് ഈ വചനം. ഒരു പൗരോഹിത്യ അഭിഷേകം, അനുഗ്രഹം.
ഇങ്ങനെയാണ്. സംഖ്യ 6, 24, 26. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമില്ല, എന്തിനു പോയാലും തടസ്സമോ, എവിടെ പോയാലും നഷ്ടമോ, ഊതിപ്പറപ്പിക്കുന്ന അവസ്ഥയാണ്. ഈ വീട്ടിൽ നിന്ന് എല്ലാവർക്കും പ്രശ്നമാണ്. എന്ത് പറമ്പിൻ്റെ കുഴപ്പമാണോ, വീടിൻ്റെ കുഴപ്പമാണോ, സ്ഥലത്തിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ പറയുന്നവർ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനുഗ്രഹിച്ച് കുഴപ്പം, നഷ്ടം, കഷ്ടം, ദോഷം എന്നുള്ളത് തലേന്ന് കളഞ്ഞിട്ട് മഹത്വം, സ്തുതി, ആരാധന, അനുഗ്രഹം, അഭിഷേകം, അഭിവൃദ്ധി, സമൃദ്ധി ഇങ്ങനത്തെ വാക്കുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യ്. കർത്താവ്, സംഖ്യ 6, 24 മുതൽ 26 വരെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. അപ്പോൾ അതിങ്ങനെ പ്രാർത്ഥിക്കണം. നിന്നെ എന്നുള്ള സ്ഥലത്തൊക്കെ എന്നെ നാക്കുക. കർത്താവ് എന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് എന്നിൽ പ്രസാദിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് എനിക്ക് സമാധാനം നൽകട്ടെ. ബൈബിൾ സംബന്ധമായിട്ട് സമാധാനം നൽകട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് സമാധാനം മാത്രം കിട്ടുകയല്ല, സമാധാനകേടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കിട്ടും. ദൈവത്തിൽ പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. കാരണം സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ പ്രശ്നങ്ങളുടെയും മേൽ, എല്ലാ ശക്തികളുടെയും മേൽ അധികാരം ആർക്കുണ്ട്? യേശുവിനുണ്ട്. അതുകൊണ്ട് നിന്നിൽ എന്നുള്ള സ്ഥലത്തെല്ലാം എന്നിൽ, എനിക്ക് എന്നും പറഞ്ഞ് ഏറ്റെടുത്ത് കർത്താവേ ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു, മാറാത്തതും മാറുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക. എന്നിൽ ഈ വചനം മാംസം ധരിക്കട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ കടബാധ്യത, വാടക വീട്ടിൽ താമസിക്കുന്നു, അപകടം പറ്റി പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന്, മുഖമൊക്കെ വല്ലാത്ത രീതിയിലിരിക്കുന്നു. പ്ലാസ്റ്റിക് സർജറി പോയിട്ട് വീടിൻ്റെ വാടക കൊടുക്കാനും കുടുംബച്ചെലവിനും വഴിയില്ലാത്ത ഒരു ശുശ്രൂഷകനാണ്. പക്ഷേ ധ്യാനം കൂടാൻ പോയപ്പോൾ അവിടെ വെച്ച് ഇത് സുഖപ്പെട്ടു വരുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. പക്ഷേ വന്നിട്ട് ഈ വചനം ഇങ്ങനെ എഴുതി കൊണ്ടുവന്ന വചനങ്ങൾ മുറിയടച്ചിരുന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അപകടത്തിൻ്റെ ഇതൊന്നും കരകയറ്റിയിട്ടില്ല. വചനത്തെ തൊടും, ബൈബിളിൽ തൊടും, ആ വചനത്തിൽ തൊടും, ആ വചനം ഇങ്ങനെ മുഖത്തേക്ക് വെക്കും, തലയിലേക്ക് വെക്കും, തൊട്ടിട്ട് അത്ര വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറിൻ്റെ ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഇതേ ചേട്ടൻ്റെ മുഖം ശരിയായി, ഒരു പ്ലാസ്റ്റിക് സർജറിക്കും പോയില്ല. എനിക്കിതുപോലത്തെ പല സംഭവങ്ങളും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും വളരെ ഇന്ന് അതുപോലത്തെ ഒരു ഗുഡ് ന്യൂസ് ഒരു വ്യക്തി സൗഖ്യം കിട്ടിയതിൻ്റെ സ്വീകരിച്ചിട്ടായിരിക്കുന്നു. ഓരോ ദിവസവും ഇതുപോലെ പ്രാർത്ഥിക്കാൻ വചനം പറഞ്ഞു കൊടുത്തതും, പോയി പ്രാർത്ഥിച്ചതും, വിളിച്ചു ചോദിച്ചതും, യൂട്യൂബിലൂടെ ഇട്ട് കൊടുത്തതും, വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്തതും, വിളിച്ചപ്പോൾ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചതും, പറഞ്ഞു കൊടുത്തതും, വന്ന് പ്രാർത്ഥിപ്പിച്ചു പോയതും, ഞങ്ങളുടെ പ്രോഗ്രാം ധ്യാനം കൂടിയതുമായ പലരും വിളിച്ചു പറയും. ചിലത് പോകുമ്പടി സൗഖ്യപ്പെട്ടു, ബൈബിളിൽ കാണുന്ന പോലെ തന്നെ കുഷ്ഠരോഗികൾ പോകുമ്പടി സൗഖ്യപ്പെട്ടു. ചിലത് അവരുടെ കുടുംബത്തിൽ രോഗിനെ നോക്കണ ആൾ വന്ന് പ്രാർത്ഥിക്കുക കൂടുന്ന് പറയുമ്പോൾ വീട്ടിൽ കിടക്കുന്ന ആ രോഗി സൗഖ്യപ്പെട്ട അനുഭവങ്ങൾ. അതുപോലെ ഗർഭിണിയുടെ വയറ്റിൽ കിടക്കുന്ന വളർച്ചയില്ലാത്ത കൊച്ചിന്, അല്ലെങ്കിൽ അവയവങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ പ്രസവിക്കാൻ ദൈവം രൂപവും ഭാവവും എല്ലാം കൊടുത്ത് അവയവങ്ങളോടെ പുറത്ത് വന്ന് ജീവിച്ചിരിക്കുന്ന ഒത്തിരി കുഞ്ഞുമക്കൾ തന്നെ എനിക്കുണ്ടെന്ന് ഞാൻ ഇവിടെ പറയാറുണ്ട്. അപ്പോൾ ഭാര്യ പറയും ശരിയാക്കോട്ടെ ഞാൻ എന്ന് പറയും. കാരണം കളയാൻ വേണ്ടി ആലോചിക്കാൻ വന്ന, കളയണമെന്ന് പറഞ്ഞ, പ്രാർത്ഥിപ്പിക്കാൻ വന്ന, തൊട്ടുപോകരുതെന്ന് പറഞ്ഞ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിപ്പിച്ച, വചനം പറഞ്ഞു കൊടുത്ത, ജീവിച്ചിരിക്കുന്ന നല്ല മിടുമിടുക്കന്മാരായ പെൺമക്കളും ഉണ്ട്, ആൺമക്കളും ഉണ്ട്. അതുകൊണ്ട് ഉദരഫലം ദൈവത്തിൻ്റെ ദാനം, മക്കൾ ദൈവത്തിൻ്റെ സമ്മാനം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്. Learn from yesterday. Learn from yesterday. Live for today. Hope for tomorrow. വളരെ നല്ലൊരു കോഴ്സാണ്. എന്താണ്? ലേൺ ഫ്രം യെസ്റ്റർഡേ. ചിലർ യെസ്റ്റർഡേ ആയാലും ടുഡേ ആയാലും ടുമാറോ എന്തോരം കിട്ടിയാലും പഠിക്കൂല. വീണ്ടും പഴങ്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, വീണ്ടും കൊട്ട് കിട്ടുന്ന അവസ്ഥ, വീണ്ടും ദൈവത്തെ തള്ളി പറയുന്ന അവസ്ഥ. പഠിക്കണം, പരാജയങ്ങൾ ചവിട്ടുപടികളാക്കി മാറ്റണം. ലേൺ ഫ്രം യെസ്റ്റർഡേ. ഇന്നലെയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. ലിവ് ഫോർ ടുഡേ. ഇന്നിൽ ജീവിക്കണം. ഹോപ്പ് ഫോർ ടുമാറോ. നാളത്തെ ഇതിനെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കണം. അങ്ങനെ മറ്റുള്ളവർക്കും പ്രത്യാശ കൊടുത്ത്, സന്തോഷം കൊടുത്ത്, സന്തോഷമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. അപ്പോൾ പുതുവർഷത്തിൽ ഈ 10 വചനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വചനങ്ങൾ വെച്ച് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. സങ്കീർത്തനം 65:11, ജെറമിയ 29:11, ഏശയ്യ 43:18, ഫിലിപ്പിയർ 1:6,
6, ഹെബ്രായർ 13:8, സങ്കീർത്തനം 90:12, ഫിലിപ്പിയർ 3:13, ഫിലിപ്പിയർ 3:14, സുഭാഷിതം 16:3, സംഖ്യ 6:24, 26. അരിച്ചും ഗുണിച്ചും മറിച്ചും തിരിച്ചും പുതുവർഷത്തിലേക്കുള്ള ഈ പാക്കേജ്, ഈ 10 വചനങ്ങൾ എല്ലാവർക്കുമായിട്ട് തന്നു കഴിഞ്ഞു. ജീവിക്കുന്ന വചനം നമ്മളിൽ മാംസം ധരിക്കട്ടെ. ഇന്നലെയും ഇന്നും എന്നും എഴുതി വെച്ച് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, പുതുവഴികൾ തുറന്നു കിട്ടുന്നതിന് വേണ്ടി പ്രത്യാശയോടെ ഈ വചനം വെച്ച് വിശ്വസിച്ച്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. നല്ല ദിനങ്ങൾ, അനുഗ്രഹപൂർണമായ ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഒരിക്കലും പറയരുത് ഇന്ന് കൊള്ളൂല, ഈ ദിവസം ആകെ പോയി, അല്ലെങ്കിൽ ഈ സ്ഥലം കൊള്ളൂല, വീട് കൊള്ളൂല എന്ന് പറയരുതേ. ഇതെങ്കിലും ഉണ്ടല്ലോ. ഇന്ന് ഉള്ളതിനെല്ലാം പ്രതി സംതൃപ്തിപ്പെട്ട് കിട്ടിയതിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക. ഈ ദിവസത്തെ ഓർത്ത്, ഈ സ്ഥലത്തെ ഓർത്ത്, ഈ ജന്മത്തെ ഓർത്ത്, ആണായി ജനിച്ചതിനെ ഓർത്ത്, ഈ ഉള്ള പഠിപ്പ്, ഉള്ള നിറം, ഉള്ള കഴിവ്, ഉള്ള അനുഗ്രഹങ്ങൾ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. കിട്ടിയ അനുഗ്രഹം, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളെ ഓർത്ത് എണ്ണി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത് കുടുംബത്തിലുള്ളവരെയും പരിശീലിക്കാം. മുഖത്തിന് പ്രകാശം വരും, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ ഏത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഏത് വചനവും പ്രാർത്ഥിച്ചത്, പലരും അത്ഭുതത്തോടെ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ 2025 ഈ ജൂബിലി വർഷം, പുതുവർഷം അനുഗ്രഹത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, അടയാളത്തിൻ്റെ, മാറ്റത്തിൻ്റെതായി തീരാൻ ഈ വചന ശുശ്രൂഷ, ഈ പാക്കേജ് 10 വചനങ്ങളടങ്ങിയ പുതുവർഷത്തിൻ്റെ ഈ പാക്കേജിലൂടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾ അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ടൈം ബൈ ടൈം കിട്ടുന്നതാണ്. ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻസുകൾ അയച്ച്, ലൈക്കുകൾ അയച്ച് സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ പങ്കുകാരാകാം. അങ്ങനെ പുതുവർഷത്തിന് വേണ്ടുന്ന ഈ അനുഗ്രഹത്തിൻ്റെ ഈ 10 വചനങ്ങളുടെ പാക്കേജ് നമുക്ക് സ്വന്തമാക്കാം. അത് മറ്റുള്ളവർക്കും പുതുവർഷ സമ്മാനമായി ഷെയർ ചെയ്ത് കൊടുക്കാം. കർത്താവായ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രോസ്പെറസ്, ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നേരുന്നു. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഓർക്കുമ്പോഴൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എല്ലാവരെയും ഓർക്കുന്നു. ദൈവം അനുവദിക്കുമ്പോൾ നേരെ കാണാം. കണ്ടില്ല എങ്കിലും ആത്മാവിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള വിശ്വാസം ഉൾക്കാഴ്ചയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലും വ്യക്തികളിലും കുടുംബങ്ങളിലും ദൈവവചനം മാംസം ധരിക്കും. വചനം ഏറ്റെടുത്ത ഹൃദയത്തിൽ, ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ മധ്യസ്ഥ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.